ഹലോ ഗായ്സ്, നമ്മൾ അങ്ങനെ പിന്നെ എത്തിയിരിക്കുകയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചിരിക്കുന്നവൻ. എന്നാലും നമ്മൾ രണ്ടുപേരും കൂടെ പിന്നെ വന്നിരിക്കുകയാണ് ഗൈസ്, ഒരുമിച്ചിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്നറിയോ? നിങ്ങൾ കുറെ നാളായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അമ്പാടി ഇവിടുന്ന് വാ തുറക്കുന്ന, പക്ഷെ നിങ്ങൾ വാ തുറക്കരുത് ഗൈസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലവ് സ്റ്റോറി റിവീലിംഗ് ആണ്. അതെ, എന്താണ് ഇത്രയും നാളും നമ്മുടെ ലവ് സ്റ്റോറി പറയാതിരുന്നത് കൃഷ്ണ? ബിക്കോസ് അതിൽ കുറെ ട്രാജഡീസ് ഉണ്ട്. കുറച്ച്, അതായത് ആർക്കെങ്കിലും നമ്മൾ കേട്ടാ ഇങ്ങനെ അത് ഏത് രീതിയിൽ എടുക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലവ് സ്റ്റോറി എങ്ങനെയൊക്കെയോ വന്നതാണെങ്കിലും അത് ഇപ്പം ഈ ഒരു രീതിയിൽ എത്തുമ്പോഴത്തേന് അത് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. മെയിൻ ആയിട്ട് നമ്മള് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലേലും പറഞ്ഞു പോത്തില്ലായിരുന്നു. കാരണം ഇപ്പൊ മെയിൻ ആയിട്ട് പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഫ്ലവേഴ്സിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാരും കുറെ പേര് കണ്ടെന്ന് വിശ്വസിക്കുന്ന കുറെ പേര് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ലവ് സ്റ്റോറി റിവീൽ ചെയ്ത് നമ്മൾ ചെറിയൊരു ക്ലിപ്പായിട്ടാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കുറെ പേരത് നന്നായിട്ടും എടുത്തിട്ടുണ്ട്, വേറെ രീതിയിലും എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു ക്ലാരിഫിക്കേഷൻ എന്ന് വേണ്ടി നമ്മുടെ ലവ് സ്റ്റോറി റിവീൽ ചെയ്യുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, പറയാൻ, എന്നിട്ട് അവൻ തന്നെ പറഞ്ഞത്. അവൻ ഞാൻ പറയാണ് ഗൈസ്. അപ്പം എന്നെ ഒരാൾക്ക് ഇഷ്ടമായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇഷ്ടമായിരുന്നു, നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. ഞാൻ പ്ലസ് വണ്ണിൽ കയറിയ സമയത്തായിരുന്നു. റിലേഷൻ ഒന്നും ആയിട്ടില്ല, ഇതേപോലെ ഇഷ്ടമായിരുന്നു. അതൊരുമാതിരി ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്. അപ്പം അവന്റെ ഫ്രണ്ടായിരുന്നു ഇതേപോലെ യദുകൃഷ്ണനായിരുന്നു ബ്രോക്കറായിട്ട്. എന്നോട് അവൻ സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ യദുകൃഷ്ണനായിട്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലരും ബ്രോക്കർ അതിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, അതിനകത്ത് ഒരാൾ മാത്രമാണ് ഇവൻ, അല്ലേ കുഞ്ഞ്? അതായത് അങ്ങനല്ല, അവന്റെ ബ്രോക്കറായിട്ട് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇവനായിരുന്നു. അപ്പൊ ഇതേപോലെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് രണ്ടുപേർക്കും ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ നിങ്ങൾ ഏത് രീതിയിൽ കണക്ഷൻ അവിടെയും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമായിരുന്നു. എനിക്ക് ആ സമയത്ത് ഫോണില്ല, അച്ഛന്റെ ഫോണിനകത്തായിരുന്നു. അച്ഛന്റെ ഫോണിലപ്പോ വിളിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അച്ഛനപ്പ എന്നോട് സംസാരിപ്പിക്കുമായിരുന്നു. അച്ഛൻ അപ്പോഴും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ എന്നോട് ആണുങ്ങളൊന്നും സംസാരിക്കുന്ന. അച്ഛന് പൊതുവെ താല്പര്യമുള്ള കാര്യമാണ്. അച്ഛൻ അന്നേ അറിയായിരുന്നു ഇത് നല്ല രീതിയിൽ പോകത്തില്ലെന്ന്. എന്റെ അച്ഛൻ പാവം. അപ്പൊ അതുകൊണ്ട് അച്ഛൻ അന്നേ അതിൽ എതിർത്തായിരുന്നു. അങ്ങനെ ആരും സംസാരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കിട്ടിയ ടൈം തൊട്ട് നമ്മൾ സംസാരിക്കുമായിരുന്നു. അപ്പോഴും ഇവൻ അവനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നീ അവനോട് ഇഷ്ടമാണെന്ന് പറ, പാവല്ലേ, അങ്ങനെയാന്നൊക്കെ ഉള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എങ്ങനെയോ കണക്റ്റ് ആയി പോയതാണ്. പക്ഷെ കണക്റ്റ് ആയതിൽ അവന് സങ്കടമില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവനായിരിക്കും അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ റിലേഷനിലായെന്നുള്ള കാര്യം. അവനായിരിക്കും അറിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോഴും നമ്മളുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ റിലേഷനിൽ കുറച്ചെങ്കിലും ഒക്കെ ഹാപ്പി ആയിട്ടുള്ളവരിൽ ഒരാളാണ് അവനും. കാര്യം ചിലപ്പോൾ ഞാനും അവനും ആണ് റിലേഷൻ ആയിരുന്നു പോയെങ്കിൽ പോലും അത് മുന്നോട്ട് പോകാൻ നമുക്ക് അറിയത്തില്ല. നമ്മൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ടാണ് റിലേഷൻ മുന്നോട്ട് പോയത്. അല്ലാണ്ട് ഞാൻ അവനെ തേച്ചിട്ടില്ല, ഇവൻ അവനെ തേച്ചിട്ടില്ല. അത് ശരിയാണല്ലോ. അതായത് ഞാൻ ഇഷ്ടമാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞതും നമ്മളിപ്പോ ഒരുമിച്ച് റിലേഷൻഷിപ്പിലായത് നമ്മൾ രണ്ടുപേരും ആയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ റിലേഷൻ മുന്നോട്ട് പോയത്. പക്ഷെ അവിടെ തൊട്ടുള്ളൊരു സമയം നമ്മൾ രണ്ടുപേരും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ടാണ് മുന്നോട്ട് പോയത്. കുറെ നാള് ഒരു കാമുകൻ എന്നുള്ളൊരു രീതിയിലായത് തന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതുവരെ നമ്മൾ ആ ഒരു ബോണ്ടാണ് നമ്മളെ കുറച്ചുകൂടെ കണക്ട്. ഇപ്പോഴും ഈ ഒരു രീതിയിൽ പോകുന്നത്. അവനെ ചീത്ത വിളിക്കാറുണ്ട്, അവൻ എന്നെ ചീത്ത വിളിക്കാറുണ്ട്. നമുക്ക് സാധാരണ കപ്പിൾസ് എന്നുള്ള രീതിയിലേക്കാട്ട് എനിക്കൊന്നും ഞങ്ങൾ തമ്മിൽ മിക്കവാറും അടി ഒരു ദിവസം തന്നെ അച്ഛൻ ചുമയ്ക്കുന്നു 10-200 തവണ അടി ഉണ്ടാകാറുണ്ട്. എന്നാ അതേപോലെ സ്നേഹിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മെസ്സേജ് വന്നു. വയ്യാൻജെ മൊമെന്റ്സിനകത്ത് ഇതുപോലെ ഒരു മെസ്സേജ് വന്നു, മരണം വരെ യദുചേട്ടനെ ഇട്ടിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് നേരത്തെ പോകായിരുന്നു ഗൈസ്. പക്ഷെ എനിക്കങ്ങനെ ഒരാളെ സ്നേഹിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകേണ്ട കാര്യമുണ്ടോ?
ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേറൊരാൾ അങ്ങനെ എനിക്ക് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ഞാൻ ആ കൊച്ചിന് തിരിച്ച് മെസ്സേജ് അയച്ചു എന്താ യദുവിന്റെ എക്സ് ആണോ എന്ന് ചോദിച്ചിട്ടാ ചിരിച്ചോണ്ട് അയച്ചത്. പക്ഷെ എന്നാ പോലും അത് വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല എന്നോട് അങ്ങനെ പറയുന്നത്. ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകേണ്ട കാരണങ്ങൾ ഇത്രയും തക്കതായ പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പൊ എനിക്ക് ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല, എന്നിട്ട് ഞാൻ പോയിട്ടില്ല. പറയട്ടെ, എന്താ ഞാൻ ഇടയ്ക്ക് ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞു നീ ആവശ്യം ഒന്നും മിണ്ടണ്ട, നീ മിണ്ടിയാ മൊത്തം പ്രശ്നമാണ്. ഇതുപോലെ മിണ്ടിയത് കൊണ്ടാണ്. അല്ല, ഇവൻ ഫ്ലവേഴ്സ് ചെന്നിട്ട് പറഞ്ഞതിന്റെ അടിയിൽ ഇവന് തന്നെ നെഗറ്റീവ് കമന്റ് അയ്യേ ആ ചെറുക്കനെ എന്തുവാ സങ്കടപ്പെടുത്തിയിട്ട് അവനെ വന്ന് പരിഹസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നെഗറ്റീവ് പറഞ്ഞു. ഇവനോട് ഞാൻ അപ്പഴേ പറഞ്ഞ കുഞ്ഞാ നീ അങ്ങനെ പറഞ്ഞ കാര്യം. അങ്ങനെ ഒരാളെ നമ്മൾ അങ്ങനെ ഒരു മീഡിയയുടെ മുന്നിലോട്ട് പ്രസന്റ് ചെയ്യുമ്പം അവന് സംഭവം അറിയാം ഇങ്ങനെ ഒരു കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ അവനത് കാണുമ്പം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന കുറെ പേരുണ്ടല്ലോ. പറഞ്ഞോളാം. ഞാൻ അങ്ങനല്ല. നിങ്ങൾ വ്ലോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന് മുന്നേ പോകുന്ന ഒരു വ്ലോഗ് ഉണ്ട് ഗൈസ്. അതിനകത്ത് പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് അവര് ചോദിക്കും ലവ് സ്റ്റോറി പറ, അപ്പൊ നീ പറയണ ഇതുപോലെ ഒരുത്തൻ പുറകെ നടന്നതായിരുന്നു, അവന്റെ ബ്രോക്കറായിട്ട് ഞാൻ വന്നു, അങ്ങനെ ഞങ്ങൾ ഇഷ്ടത്തിലായി, ഇങ്ങനെ ഞാൻ പറഞ്ഞത്. ഇവൻ അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ആ സ്റ്റേജിൽ നിന്ന് പറയുമ്പോഴാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവന് പേഴ്സണലി വിഷമമായാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ലവ് സ്റ്റോറി നമ്മൾ പറയാഞ്ഞത്. നമ്മുടെ വിഷമം അങ്ങനെ എന്നെ കിട്ടാത്തതിൽ ഉള്ള വിഷമമല്ല. ചിലപ്പോ അവനത് വിഷമം ഉണ്ടായിരിക്കും ഗൈസ്. അവര് വിഷമമൊന്നുമില്ല ഗൈസ്. ഇല്ല, അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഗൈസ്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് എന്താ നമ്മളോട് തന്നെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. നമ്മളുമായിട്ട് ഒരു പ്രശ്നം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരാളെ നമ്മുടെ ലവ് സ്റ്റോറി വെറുതെ വലിച്ചഴക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളത് പറയാതിരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു പ്രണയമാണ് ഗൈസ് ഇത് ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. യദുകൃഷ്ണയ്ക്ക് ലവ് സ്റ്റോറി ഇഷ്ടമാണോ നമ്മുടെ? പിന്നെ പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, ശരിക്കും ഇഷ്ടമല്ല. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തുടക്കമൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഒരു പകുതി തൊട്ട് ചിലപ്പം നമ്മുടെ വീട്ടുകാര് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രേമം സക്സസ്ഫുൾ ആകാൻ കാരണക്കാരായത്. കാര്യം അവർ അതുപോലെ എതിർത്തിരുന്നു. ആ എതിർപ്പ് നമ്മളൊരു വാശി ഉണ്ടാക്കിയ കാര്യം പണ്ടാരടങ്ങാനായിട്ട് ഇതങ്ങോട്ട് കല്യാണം കഴിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കും. ഇത്ര എതിർപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അത് മാത്രമല്ല അവര് അത്രയും സ്നേഹം കൊണ്ട് എതിർത്തത്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചധികം ടോക്സിക് പേഴ്സൺസ് ആണ്. അവൻ പണ്ടായിരുന്നു, ഇപ്പം ഞാൻ സത്യസന്ധമായി തുറന്നു പറയുന്നതിൽ ഇതില്ലല്ലോ അല്ലേ കുഞ്ഞ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വീട്ടുകാർ എതിർത്തിട്ടുള്ളത്. പിറയ്ക്കുന്നു അത് കുഴപ്പമില്ല, ഞാനല്ലേ എഡിറ്റ് ചെയ്യുന്നത്. എതിർപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ ഒരു ടൈമില് നമ്മൾ വിചാരിച്ചിരുന്നത് അവരുടെ സമ്മതത്തോടു കൂടി ഒരു സമയത്ത് ഇത് സമ്മതിക്കണം, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം അത് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള സാധനമാണ്, പോയി, അതിനകത്ത് ഞങ്ങളില്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ ലവ് സ്റ്റോറി അല്ലേ ഇത്. അപ്പൊ കുഞ്ഞാ നീ ഇതിങ്ങനെ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാ ഞാനിതൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതേപോലെ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഗൈസ്, അപ്പൊ ഓക്കെ ബൈ.